നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതിയാണ്. എന്താണ് ഹോമിയോപ്പതിക് ക്യൂർ? ഹോമിയോപ്പതിക് ക്യൂർ എന്ന് വെച്ചാൽ റാപ്പിഡായിട്ടും പെർമനൻ്റ് ആയിട്ടും ജെന്റിലായിട്ടും ഉള്ള രീതിയിലുള്ള ക്യൂറാണ് ഒരു രോഗിക്ക് സംഭവിക്കുന്നത് എങ്കിൽ പെർമനൻ്റ് ആയിട്ട് മരുന്ന് നിർത്തിയാലും വീണ്ടും വരാത്ത വിധം റാപ്പിഡ് എന്ന് വെച്ചാൽ വിചാരിക്കുന്നതിലും വേഗം മാറുക. റാപ്പിഡ്, ജെന്റിൽ ആൻഡ് പെർമനൻറ്റ്. ജെന്റിൽ എന്ന് വെച്ചാൽ ഇപ്പം നോവിക്കാതെ വേദനിപ്പിക്കാതെ ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ. പണ്ട് കാലത്ത് ഒരു 200-250 വർഷത്തിന് മുമ്പ് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ രാജ്യങ്ങളിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ രോഗിയെ വേദനിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോഴും ചില സമ്പ്രദായങ്ങളിൽ വേദനിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ പദ്ധതികൾ ചില അസുഖങ്ങൾക്കുണ്ട്. എന്നാൽ ഹോമിയോപ്പതിക് ക്യൂർ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്, ജെന്റിൽ ആൻഡ് പെർമനന്റ് റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ റാപ്പിഡ് എന്ന് പറയുമ്പം ഓരോ അസുഖത്തിൻ്റെയും രീതി അനുസരിച്ചും രോഗിയുടെ സസെപ്റ്റബിലിറ്റി അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരാറുണ്ട്. ഒരു രോഗി മെൻ്റലി കീനായിട്ടുള്ള ഓരോ ആൾക്ക് കൊടുക്കുന്ന പൊട്ടൻസി മരുന്നുകളുടെ ആവർത്തനവും മെൻ്റലി ഇച്ചിരി ഡള്ളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഓരോ സ്റ്റേറ്റും ഓരോ മനുഷ്യർക്കും വരാം അല്ലേ, വരുന്ന മരുന്നുകളും ഒക്കെ വെച്ചിട്ടിരിക്കും അവിടെ സംഭവിക്കുന്ന ഹോമിയോപ്പതിക് ക്യൂർ എന്ന് പറയുന്നത്. ഒരു അസുഖത്തിന് ഒരു ക്രോണിക് ആയിട്ടുള്ള പഴക്കമേറിയ ഒരു ശ്വാസമുട്ടലിന് ഉദാഹരണമാണ്. ഒരു പഴക്കമേറിയ ഒരു ശ്വാസമുട്ടലിന് ഒരു രോഗി ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ സമീപിക്കുകയും രോഗിയുടെ വിവരങ്ങളെല്ലാം ഡോക്ടറോട് തുറന്ന് സംസാരിക്കുകയും ആ ഡോക്ടർ ഒരു മരുന്നിലേക്ക് എത്തുകയും ആ മരുന്ന് കുറച്ച് നാൾ കഴിക്കുകയും വീണ്ടും ഫോളോ അപ്പിന് വരികയും ആ രോഗിക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുകയും ഡോക്ടർ വീണ്ടും മരുന്നുകൾക്ക് മാറ്റം വരുത്തണമോ അതേ മരുന്നിൽ തന്നെ ആവർത്തനത്തിൽ മാറ്റം വരുത്തണമോ എന്ന നിഗമനത്തിലെത്തുകയും ആ രോഗിക്ക് അതേ എഴുതിയ മരുന്ന് കൊടുത്തയക്കുകയും വീണ്ടും ഫോളോ അപ്പിന് വരികയും അങ്ങനെ ഫോളോ അപ്പിന് വരികയും രോഗിയുടെ ആ മരുന്ന് കഴിച്ചപ്പോഴുണ്ടായ കാര്യങ്ങളെ പറ്റിയും പുരോഗമനത്തെ പറ്റിയും അഥവാ പുരോഗമനമല്ല മറ്റ് പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയും ഒക്കെ സംസാരിച്ചതിന് ശേഷവും വീണ്ടും ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ മരുന്ന് നിർത്തിയാലും അസുഖം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും പെർമനൻ്റ് ആയിട്ടും മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷവും വീണ്ടും വരാതിരിക്കാനുള്ള ഹയർ പൊട്ടൻസി മരുന്നുകൾ കൊടുത്തും അങ്ങനെ വീണ്ടും ആ അസുഖം വരാതിരിക്കുകയും ആ രോഗിയെ പെർമനന്റ് ക്യൂറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന തരം ചികിത്സാ പദ്ധതിയോടുകൂടി ഉള്ള ക്യൂറാണ് ഹോമിയോപ്പതിക് ക്യൂർ. ആ മുമ്പേ ഞാൻ പറഞ്ഞു, ഫോളോ അപ്പിന് വരുന്നു, പോകുന്നു, വിവരങ്ങൾ പറയുന്നു, വീണ്ടും മരുന്ന് കൊടുക്കുന്നു, വിവരങ്ങൾ പറയുന്നു, മരുന്ന് കൊടുക്കുന്നു, വിവരങ്ങൾ പറയുന്നു, മരുന്ന് കൊടുക്കുന്നു. അവിടെ പെർമനന്റ് ക്യൂറിലേക്കാണ് വരുന്നത്. ആ വരുന്ന രോഗിയും മരുന്ന് കഴിക്കുന്ന ആളും ഡോക്ടറും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഗമായി കൃത്യമായി ആ രോഗി മരുന്ന് കഴിക്കുന്ന ആള് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്ത് ആ രോഗിയെ പെർമനൻ്റ് ആയിട്ട് ക്യൂർ ആക്കാനുള്ള പദ്ധതിയാണ് ഹോമിയോപ്പതിയിലുള്ളത്. എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്നത് ഇതിനെപ്പറ്റി അവബോധമില്ലാതെ ഒരു തവണ വന്നു, കുറച്ച് മരുന്നുകൾ, പഴകിയ ശ്വാസമുട്ടലാണ്, ഒരു തവണ വന്ന് മരുന്ന് കഴിച്ചു, എന്തോ ഒരു മാജിക് അവിടെ സംഭവിച്ചു, പിറ്റേ ദിവസം മുതൽ ശ്വാസമുട്ടലില്ല എന്നുള്ളൊരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി വിശദമായി ഡോക്ടർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷവും അത് ഒറ്റ ഇതിൽ പറ്റില്ല. 5 days അല്ലെങ്കിൽ 7 days, 10 days, 15 days അങ്ങനെ ഓരോരോ ടൈം ഗ്യാപ്പിൽ ഡോക്ടർ വരാൻ പറയുന്ന സമയത്ത് ഫോളോ അപ്പിന് വന്ന് മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പെർമനന്റ് ക്യൂറാണ് ഹോമിയോപ്പതി ലക്ഷ്യമിടുന്നത്. അല്ലാതെ മരുന്ന് നിർത്തിയാൽ ലക്ഷണങ്ങളെല്ലാം പിന്നെയും വരുന്ന ഒരു അവസ്ഥ അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹോമിയോപ്പതിക് മരുന്നുകൾ ചിലപ്പോൾ 3 മാസം കഴിക്കേണ്ടി വന്നിരിക്കാം, ചില ആൾക്കാർക്ക് 1 മാസം മാത്രം കഴിക്കേണ്ടി വന്നിരിക്കാം, ചില ആൾക്കാർക്ക് 2 മാസം കഴിക്കേണ്ടി വന്നിരിക്കാം. അത് രോഗിയുടെ അവസ്ഥയും സസെപ്റ്റബിലിറ്റിയും കണ്ടുകൊണ്ടാണ്.